ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പെറ്റി ക്യാഷിന്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ തിയറി പോർഷൻ നമ്മൾ ഇതിന്റെ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രിപ്പയർ പെറ്റി ക്യാഷ് ബുക്ക്. ഓക്കെ, അപ്പോൾ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇനീഷ്യലി ഒരു എമൗണ്ട് പെറ്റി കാഷ്യറിന്റെ അടുത്ത് ഉണ്ടാവും. അതിൽ നിന്നാണ് സ്മോൾ പേയ്മെന്റ്സ് നമ്മൾ ഓരോ എക്സ്പെൻസ് വരുമ്പോഴും എടുത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇനീഷ്യലി ഒരു എമൗണ്ട് അതിൽ നിന്ന് പേയ്മെന്റ്സ് ഒക്കെ ഡിഡക്ട് ചെയ്തിട്ട് നമുക്ക് ബാലൻസ് എത്രയാണ് എമൗണ്ട് അത് കിട്ടും. അതാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിതിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മാർച്ച് 1 റിസീവ്ഡ് പെറ്റി ക്യാഷ് 2000. ഇതാണ് ഇതിലെ ഇൻട്രസ്റ്റ് എമൗണ്ട്. നമുക്ക് ഇനീഷ്യലി കിട്ടുന്ന എമൗണ്ട്, ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള ചെലവുകളൊക്കെ കുറയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ 2-ാം തീയതി കാർട്ടേജ് പേ ചെയ്തു 50 രൂപ, പിന്നെ പോസ്റ്റേജ് പേ ചെയ്തു 140 രൂപ, പിന്നെ ടാക്സി ചാർജ്, റിഫ്രഷ്മെന്റ് ചാർജ് പേയ്മെന്റ്സ്, പിന്നെ സ്റ്റേഷനറി പർച്ചേസ് ചെയ്തു, ടെലിഗ്രാഫ് പേ ചെയ്തു. ഇതൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ എക്സ്പെൻസ് ആണ്. അപ്പോൾ 2000 നമുക്ക് ഇനീഷ്യലി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇതൊക്കെ കുറച്ചിട്ട് അത്രയാണ് നമുക്ക് ബാലൻസ് ഉണ്ടാവും. അപ്പൊ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക ആദ്യം. അപ്പൊ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചപ്പോൾ 1520 രൂപയാണ് ഇതിൽ ബാലൻസ് വരുന്നത് കേട്ടോ. അപ്പൊ ഇനി തന്നെ നമുക്ക് ഫോർമാറ്റിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ഫോർമാറ്റ് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ ഒരു ഹെഡിങ് കൊടുക്കാം, പെറ്റി ക്യാഷ് ബുക്ക്. ഓക്കെ, പെറ്റി ക്യാഷ് ബുക്ക്. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ നമുക്ക് ഓരോന്ന് ഹെഡിങ് നോക്കാം. ഫസ്റ്റ് നമ്മൾ റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇനീഷ്യൽ ഇൻട്രസ്റ്റ് എമൗണ്ട് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, റെസിപ്റ്റ് 2000. ഓക്കെ, പിന്നെ നമ്മൾ എഴുതിയത് ഡേറ്റിന്റെ കോളാണ്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും വരുന്ന ഡേറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യണം. പിന്നെ നമുക്ക് പർട്ടിക്കുലേഴ്സ് ആണ്. ഇതിൽ നമ്മൾ എന്തൊക്കെ ട്രാൻസാക്ഷൻ ആണ് വന്നത്, ഇപ്പൊ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടില്ലേ കാർട്ടേജ് പെയ്ഡ്, അത് അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. ഓക്കെ, വേറെ വ്യത്യാസമൊന്നുമില്ല. എന്താണോ ട്രാൻസാക്ഷൻ വന്നത് അതിവിടെ കൊടുക്കാം. പിന്നെ നമുക്കൊരു വൗച്ചർ നമ്പറിന്റെ ഒരു കോൾ ഉണ്ട്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ അത് ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി. പിന്നെ ടോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു കോൾ ഉണ്ട്. പിന്നെ നമുക്ക് ഓരോ എക്സ്പെൻസും എന്താണെന്നുള്ളത് അതിന്റെ ഓരോ ഹെഡ് വൈസ് ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഇപ്പൊ കാർട്ടേജ്, പോസ്റ്റേജ്, കൺവേയൻസ് എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് റിലേറ്റഡ് ആയിട്ട് വരുന്നതൊക്കെ നമ്മൾ കൺവേയൻസിൽ കൊടുക്കും. പിന്നെ സ്റ്റേഷനറി, പിന്നെ ലാസ്റ്റ് ഒരു കോളം മിസ്സലേനിയസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടൊരു കോളം കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അല്ലറ ചില്ലറ വരുന്ന കുറെ എക്സ്പെൻസുകൾ, അല്ലറ ചില്ലറുള്ള എക്സ്പെൻസ് ഒക്കെ നമ്മൾ മിസ്സലേനിയസിന്റെ ഇതിലാണ് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റ് ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അതും നിങ്ങൾ ഇതിൽ കൊടുത്തോ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ റിസീവ്ഡ് പെറ്റി ക്യാഷ് എമൗണ്ട് 2000 ആണ്. ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ്, നമ്മുടെ സ്റ്റാർട്ടിങ് എമൗണ്ട് ആണ്. ഓക്കെ, ഓപ്പണിംഗിലുള്ള ബാലൻസ് ആണ്. അപ്പൊ നമ്മൾ അത് ഇവിടെയാണ് എഴുതിയത്. ഓക്കെ, റെസിപ്റ്റ് കോളത്തിൽ 2000 എഴുതി. അതിനുശേഷം ഇവിടെ ഇങ്ങനെ റെസിപ്റ്റ് അതിന്റെ ഒരു നറേഷൻ പോലെ നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 2-ാം തീയതി ആണ് എന്ത് കാർട്ടേജ് പേ ചെയ്തത്. അപ്പൊ നമ്മളിവിടെ ഡേറ്റ് എഴുതി, ട്രാൻസാക്ഷൻ എഴുതി. അതിനുശേഷം നമ്മുടെ കാർട്ടേജിന്റെ കോളത്തിൽ ഇതിന്റെ നേരെ ഇവിടെ എമൗണ്ട് എഴുതി വെച്ചു. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എഴുതി കേട്ടോ. ടോട്ടലിന്റെ കോളം നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇനി നമുക്ക് 4-ാം തീയതി വന്നത് പോസ്റ്റേജ് പേ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്തു, 4-ാം തീയതി പെയ്ഡ് പോസ്റ്റേജ് ഇവിടെ ഇതിന്റെ നേരെ എന്ത് എഴുതി, 140 റുപ്പീസ് എഴുതി വെച്ചു. ഓക്കെ, ഇനി അടുത്ത് ടാക്സി ചാർജ് പേ ചെയ്തു 5th. അപ്പൊ 5th എഴുതി, ടാക്സി ചാർജ് പെയ്ഡ് അങ്ങനെ എഴുതി. ദെൻ ഇതിന്റെ നേരെ നമ്മൾ പറഞ്ഞു ട്രാവലിംഗ് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ കൺവേയൻസ് എന്ന് പറഞ്ഞ ഹെഡിലാണ് കൊടുക്കണേന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ മാറ്റി ടാക്സി ചാർജ് കൊടുത്തു എന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല, അത് നമ്മൾ അങ്ങനെ എഴുതി. ഓക്കെ, അപ്പൊ ഇവിടെ 100 എഴുതി. പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് എന്താ, റിഫ്രഷ്മെന്റിന് കുറച്ച് പൈസ ചെലവാക്കി. എത്ര രൂപ, 70 രൂപ. അപ്പൊ നമ്മളിവിടെ ഡിസ്ക്രിപ്ഷൻ കറക്റ്റ് എഴുതിക്കോളൂ, ഞാനത് ഷോർട്ട് ആക്കിയിട്ടാണ് ഇപ്പൊ എഴുതിയത്. ഓക്കെ, അപ്പൊ അതിനെത്രയാ, അത് നമ്മൾ സെപ്പറേറ്റ് ഹെഡ് ഒന്നും കൊടുത്തിട്ടില്ല, അല്ലറ ചില്ലറ വന്ന എക്സ്പെൻസ് ആണ്. അപ്പൊ നമ്മൾ അത് മിസ്സലേനിയസിന്റെ അണ്ടറിൽ കൊണ്ട് എഴുതി. ഓക്കെ, ഇതിപ്പോ വേറെ ഹെഡ് കൊടുത്ത് എഴുതിയോണ്ട് പ്രശ്നമില്ല, ഞാനിപ്പോ അത് മിസ്സലേനിയസിലാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കുറച്ച് സ്റ്റേഷനറി വാങ്ങിച്ചു. ഇപ്പൊ കടയ്ക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് ആവശ്യമുള്ള പേന, പെൻസിൽ, പേപ്പർ, ബുക്ക്, ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു. അതിന് 80 റുപ്പീസ് ആണ് ആയത്. അപ്പൊ നമ്മൾ അവിടെ സ്റ്റേഷനറി എഴുതി, ഡേറ്റ് എഴുതി, ഇവിടെ സ്റ്റേഷനറിയുടെ അണ്ടറിൽ 80 റുപ്പീസ് എഴുതി. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി ഉണ്ട് അല്ലെ, ടെലിഗ്രാഫ്. അത് 40 റുപ്പീസ് ആണ്. അതിന്റെ ഡേറ്റ് എഴുതി, ടെലിഗ്രാഫ് എഴുതി. ദെൻ ഞാൻ അത് എവിടെ എഴുതിയത്, മിസ്സലേനിയസിന്റെ അണ്ടറിലാണ് എഴുതിയത്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സലേനിയസിൽ വെക്കാം, അല്ലെങ്കിൽ അല്ലറ ചില്ലറ ചെറിയ എക്സ്പെൻസ് ആണെങ്കിൽ അതും മിസ്സലേനിയസിൽ കൊണ്ട് എഴുതാം.
അല്ലാത്തതൊക്കെ നമ്മളിങ്ങനെ ഹെഡ് വൈസ് ആയിട്ട് എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാം എഴുതി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ഒക്കെ ഓരോന്നിന്റെയും ടോട്ടൽ, ഇപ്പൊ കാർട്ടേജ് മാത്രല്ലേ ഫസ്റ്റ് ലൈനിൽ വന്നിട്ടുള്ളൂ, അപ്പൊ അതിന്റെ ടോട്ടൽ എഴുതി. ദെൻ പോസ്റ്റേജിന്റെ 140 അത് നമ്മൾ ഇങ്ങോട്ട് എഴുതി. പിന്നെ അടുത്തത് ടാക്സി ചാർജ്, അത് ഇങ്ങോട്ട് ടോട്ടൽ എടുത്ത് എഴുതി. അങ്ങനെ ഓരോന്നിന്റെ ടോട്ടൽ ഈ ഒരു കോളത്തിലേക്ക് എടുത്തെഴുതാം. അതിനുശേഷം നമ്മൾ ഇതെല്ലാതും ഒന്ന് ടോട്ടൽ ചെയ്ത് വെക്കാം. ഇപ്പൊ ടോട്ടലിന്റെ എല്ലാ എക്സ്പെൻസും കൂടി 480 കിട്ടി. പിന്നെ 50, 140, 100, 80 ആൻഡ് 110 ഇതാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഈ ഇത്രയും ബാലൻസ് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ 480 കിട്ടും. ഇതാണ് നമുക്ക് വന്നിട്ടുള്ള മൊത്തം ചെലവ് എന്ന് പറയുന്നത്. സ്മോൾ പേയ്മെന്റ്സ് ആണ് നമ്മൾ പെറ്റി ക്യാഷിൽ റെക്കോർഡ് ചെയ്യണേന്ന് പറഞ്ഞു, ഓൾറെഡി ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് എക്സ്പെൻസ് വന്നത്. അപ്പോൾ ഇനീഷ്യലി നമുക്ക് 2000 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 480 ആണ് നമുക്ക് മൊത്തം വന്നിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ബാലൻസ് ആണ് എത്ര? ബാലൻസ് നമ്മളിവിടെ ഓൾറെഡി ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, 1520. ഇതിവിടെ ബാലൻസ് എന്ന് പറഞ്ഞിട്ട്, ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു 480യുടെ താഴെ അത് ബാലൻസ് ചെയ്ത് വെക്കണം, ആ ഒരു എമൗണ്ട് എഴുതി വെക്കണം. അപ്പൊ ഇത്രയാണ് നമുക്ക് പെറ്റി ക്യാഷിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത്രയാണ് അതിന്റെ ലോജിക്ക് വരുന്നത്. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനെ നമുക്ക് ചോദിക്കാറുള്ളൂ. അപ്പൊ നമ്മൾ ഇതിന്റെ തിയറി ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും നിങ്ങൾ പഠിക്കണം. പ്ലസ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഇത്രയുള്ളൂ പെറ്റി ക്യാഷ് ബുക്ക്.